അങ്ങനെ ഹിജാബ് വിഷയം കത്തിക്കയറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസത്തേക്ക് ഇവറ്റോൾക്ക് ഓണായി തറ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നമുക്ക് ഈ കാര്യം ഒന്ന് ഡിസ്കഷൻ എടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോടതി ഇതിന് പുല്ലുവിലേ കൊടുക്കുകയുള്ളൂ. അപ്പോഴേ ഞാൻ പറയണം, മാനേജ്മെന്റ് സ്കൂൾസിന് അവരുടേതായ ചില നിഷ്ഠകൾ നിഷ്കർഷിക്കൊണ്ട് അത് പാലിച്ചേ നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പം സ്കൂളിനെ ഒന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ അവിടെ പഠിപ്പിക്കണോ വേണ്ടേ എന്ന് നിർബന്ധിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ വിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് കോടതിക്കൊന്നും ചെയ്യാക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കണം നമ്മൾ നിശ്ചയിക്കും. നമ്മൾ ഈ വലിയ ഫീസ് കൊടുത്ത് ഈ സ്കൂളിൽ വിടുന്നതിനേക്കാളും ഗവൺമെന്റ് സ്കൂളിൽ വിടുന്നതിന് നല്ലത്. രണ്ടാമത്, ഇതിനേക്കാൾ നല്ലൊരു സ്കൂൾ അടുത്ത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുക. അതാണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ഞാൻ പറയും. ഇപ്പോൾ കൊച്ചിയിൽ വേറെ സ്കൂൾ ഇല്ലാനിട്ടായിരിക്കത്തില്ലല്ലോ, മുക്കിന് സ്കൂളുകളാണ്. മുൻപ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് കാല് കഴക്കരുത് നടന്നെത്താനേ. അത്ര ആ ഒരു ഡിസ്റ്റൻസിൽ സ്കൂളുകൾ വേണമെന്നാണ്. അപ്പോൾ അടുത്ത തന്നെ ഒരു സ്കൂളിനെ നിങ്ങൾ അലോട്ട്മെന്റ് നേടിയെടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു സ്കൂൾ അങ്ങോട്ട് സ്ഥാപിക്കുകയാണ് വേണ്ടത്. ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട്, ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നല്ല ബെസ്റ്റ് സ്കൂൾ ഒരെണ്ണം അങ്ങോട്ട് സ്ഥാപിച്ചെടുക്കുകയാണ് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഇവർ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ രീതിയിലുള്ള ഒരു മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അകൽച്ച, ഇത് നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റും. ഇത് RSSകാർക്ക് ഇട്ടുകൊടുത്ത ഒരു ചെറിയ എല്ലിൻ കഷ്ണമാണ്. ഈ എല്ലിൻ കഷ്ണത്തിൽ തൂങ്ങിപ്പിടിച്ച് അവരങ്ങോട്ട് തുടങ്ങും. അതായത് പണിക്കേരി ചേട്ടനുണ്ടല്ലോ, ആളിരുന്നു കൊണ്ട് വലിയ പ്രാദേശികമായ ഇന്റർനാഷണൽ ലെവലിലുള്ള ആധികാരികമായിട്ടുള്ളൊരു തള്ളൽ അവിടെ ഇരുന്ന് തള്ളുന്നുണ്ട്. നല്ല തള്ളലാണ് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് ഇപ്പം ഞാൻ വന്നത് ഇതൊന്നും ഡിസ്കസ് ചെയ്യാനല്ല, ഇതിനെയൊക്കെ അനുബന്ധിച്ചിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന കുറേയധികം തംബ്നെയിൽസിനെ പറ്റി സംസാരിക്കാനാണ്. നമുക്ക് ആദ്യത്തേത് സംസാരിക്കാം. അതിന് മുമ്പ്, സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരെന്ന് നമ്മുടെ ജനൻ TV പബ്ലിഷ് ചെയ്ത ഒരു പോസ്റ്ററിനകത്തുണ്ട്. ഹിജാബ് വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, മര്യാദയ്ക്ക് സ്കൂൾ പറഞ്ഞ് കേൾക്ക്, അവിടെ എങ്ങനെ പറ്റുള്ളൂ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ TC വാങ്ങിക്കൊണ്ട് പോകും. 2, യൂണിഫോമിന്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സംഘടിത തീവ്രവാദം. ഭയങ്കര തീവ്രവാദമാണല്ലോ അവിടെ നടന്നത്. ഒരു കൊച്ചു തലയിൽ മക്കനായിട്ടുണ്ട് വന്നതിനെയാണ് സംഘടിത തീവ്രവാദം എന്ന് പറയുന്നത്. ഒരു ഭയങ്കര നല്ല സംഗതിയാണ്. ഇത് ന്യൂസ് 18-താണ്. ഇനി ന്യൂസ് 18-ന്റെ ക്യാപ്ഷൻസ് തന്നെ ഒരുപാടുണ്ട്, ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാടുണ്ട്. ഞാൻ കുറേ അധികം എടുത്ത ന്യൂസ് 18-ആണ്. അവർക്കിത് ചാകരിയാണ്, കൊയ്ത്തായിരുന്നു. കുട്ടിയുടെ രക്ഷിതാവും സംഘവും സ്കൂളിലെത്തി ഭീഷണിപ്പെടുത്തി. ഹിജാബ് വിവാദത്തിൽ പ്രതികരിച്ച് പ്രിൻസിപ്പാളിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സെച്ചിയുടെ തലയിലും ഉണ്ട് ഒരു തട്ടം. ഇരിക്കട്ടെന്ന ഒരു തട്ടം അവർക്ക് ഇട്ടാൽ എന്താ? തട്ടം അവർക്കും ഇടാം, ഇവിടെയും ഇടാം, ഹിന്ദുക്കൾക്കും ഇടാം. കാരണം നോർത്ത് സൈഡിലുള്ള പെണ്ണുങ്ങൾ തട്ടം ഇടാറുണ്ട്, അവിടെ ഹിജാബ് നിക്കാബൊക്കെ അവരിടാറുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചങ്ങിടും, ഒരു രക്ഷയില്ല. ഈ വൈഷ്ണവി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അവരിപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് മുഖം പോലും കാണിക്കത്തില്ല. മുസ്ലിംസ് ഒക്കെ പിന്നെ എത്രയും ഭേദം കണ്ണെങ്കിലും കാണിക്കും, ഒരു കണ്ണുപോലും കാണിക്കാൻ ഒക്കത്തില്ല. അമ്മാതിരിയാണ്. തലയിൽ ഈ സാരി എടുത്തങ്ങ് കമത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് തന്നെയാണ്. ഇനി അടുത്തത് വായിക്കാം. ഹിജാബ് വിലക്ക് STP അടപ്പിച്ച സ്കൂളിന് പോലീസ് കാവൽ. തള്ളേ, അതെപ്പോൾ സംഭവിച്ച്? സ്കൂളൊക്കെ അടച്ചേനു, അമ്മളാരും അറിഞ്ഞില്ല. 2 ദിവസത്തെ ലീവല്ലേ കൊടുത്തത്. എന്തോ ഭീഷണി ഉണ്ടെന്ന്. എന്ത് ഭീഷണി? ആരെങ്കിലും ബോംബിടുമെന്ന് പറഞ്ഞാൽ പറയാൻ ചാൻസസ് ആണ്. ചിലപ്പോൾ ബോംബിട്ട് തകർത്താലും തകർക്കും. STPക്കാരില്ലേ, വെറും കൊള്ളരുതാത്തവന്മാരാ, വെറും മോശമാണെന്ന്. പ്രത്യേകിച്ച് മുസ്ലിംസ് ഒന്നും പറയണ്ട, ഇവറ്റുള്ള വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവന്മാർ ചിലപ്പോൾ തല്ലി തകർത്തേക്കും. ശരിയാ, ഒന്നും പറയാനില്ല. അടുത്തത് വായിക്കാം. ഹിജാബ് വിഷയം വഷളാക്കിയത് STP. മീസക്കാരൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. ഇതാരാണെന്ന് മനസ്സിലായ? PTAയുടെ ഏതാണ്ട കൊണ്ടാണ്ടോ? അത് നമ്മൾ കണ്ടില്ലേ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ടേക്കാം. അതിനകത്ത് കയറി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. വീഡിയോ നിങ്ങൾ പോയി കാണും. ഇത്രേ സംഭവിച്ചുള്ളൂ. അനസ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ മകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്ന് സംസാരിക്കുന്നു. അവിടെ ഒരു സംസാരം വേണ്ട, പോടാന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും വിരട്ടി ഓടിക്കുന്നു. ആര് വിരട്ടി ഓടിക്കുന്നു? സ്കൂൾ അധികൃതർ. എന്നിട്ട് സ്കൂൾ അധികൃതർ പോലീസിനെ വിളിക്കും. പോലീസ് വരുന്നു. ഇവർ പുറത്താണ് നിൽക്കുന്നത്, അതിൻ്റെ അകത്ത് പോലുമല്ല. TC താടാന്ന് പറയുന്നു. TCക്കകത്ത് കുത്തിത്തിരിപ്പ് എഴുതുമെന്ന് പറഞ്ഞു. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു, വിഷയമാക്കി. കാരണം മറ്റൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പം ഈ കൊച്ചു ഒബീഡിയൻറ്റ് ചൈൽഡ് അല്ലെന്ന് മറ്റോ പറഞ്ഞാൽ അച്ചടക്ക നടപടി നേരിട്ട് ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്കൂളിൽ കയറ്റാൻ അവർ ബുദ്ധിമുട്ട് കാണിക്കും. ആ ബുദ്ധിമുട്ട് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും. അങ്ങനെ ഒരെണ്ണം അവിടെ എഴുതി ചേർക്കാതിരിക്കാൻ അയാൾ പ്രശ്നം ഉണ്ടാക്കി. സംഗതി ഇത്രയേ ഉള്ളൂ. ഇതിനെ ഊതിപ്പെരിപ്പിച്ച് ആന വലിയ കോനാണ്ടറാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. നല്ല രസമുണ്ട്, അത് നടക്കട്ടെ. ഹിജാബ് വിഷയം മനസ്സിലാക്കിയത് STPക്കാരാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, അടുത്ത കോമഡി വന്നിട്ടുണ്ട്. 140 മുസ്ലിം കുട്ടികളിൽ ഒരാൾ മാത്രം പറഞ്ഞു, എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഞാൻ ഇതൊന്നും കയറി നോക്കാൻ പോയില്ല. ഇതിൻ്റെയൊക്കെ ക്യാപ്ഷൻ കട്ട് ചെയ്തുകൊണ്ട് വന്നു. നമുക്ക് ക്യാപ്ഷനോടാണല്ലോ കളി, നമുക്ക് ഇതൊന്നും കയറി നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ വേറൊരു വ്യക്തി ഇതിനെപ്പറ്റി നല്ല ആധികാരികമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പേര് യുഹ്നോൻ മെലാട്ടസ്. പേരെങ്ങനെയാണ് കറക്റ്റ് ആണോന്ന് എനിക്കറിയത്തില്ല. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ യുഹാനോൻ
മാർ മിലിത്തിയോസ്, പേര് കുറച്ച് കൺഫ്യൂഷനാണ്, പുള്ളി പറഞ്ഞതാണ്, അധ്യാപകർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് കുട്ടികൾക്ക്. അല്ലേ, ബുദ്ധിയും ബോധം വിവരമുള്ള ഒരു അച്ഛൻ വന്നിരുന്ന് എന്തരാ പറയുന്നത്. പുള്ളിയെ കണ്ടാർക്ക ഏതാണ്ട് പിലിത്തോസ് എന്നൊക്കെ പറയണ്. ആണ് മാർപ്പാപ്പയുടെ ലെവലിലുള്ള ഒരു ഡ്രസ് കോഡൊക്കെയാണ്. ഏകദേശം ഇവരുടെ ഏതോ വലിയ ആൾക്കാരാണ്, ഇവരുടെ ഈ രീതിയിൽ ഏതോ ഒരു വലിയ ഗുണാണ്ടറാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി പറഞ്ഞത് ഇത്തിരി ബോധത്തോടു കൂടി ഒരു കാര്യമാണ് പറഞ്ഞത്. അധ്യാപകന്മാർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് കുട്ടികൾക്ക്. അത് പോയിട്ട് ഈ അധ്യാപകർക്ക് അവിടെ യൂണിഫോം ഉണ്ടോ? അതൊക്കെ പണ്ടേ എടുത്തു കളഞ്ഞില്ലേ. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് എടുക്കാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ പോയി നോക്കി എന്താ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അധ്യാപകർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് കുട്ടികൾക്ക്. കഴുത്തിൽ കുരിശുമാല, നെറ്റിയിൽ കുങ്കുമം, കയ്യിൽ ലേലസ്, ഇതൊക്കെ നിരോധിക്കുമോ എന്നുള്ളത്. ഞാൻ ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്. VM റഫീഖിൻ്റെ കമൻ്റാണ്. നമ്മുടെ വ്യവഹാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഹിജാബ്, നിക്കാബ് എന്നിവയുടെ അർത്ഥം അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും ദുരുദ്ദേശത്തോടെ അജ്ഞത നടിക്കുകയാണോ? ഹിജാബ് ശിരോവസ്ത്രം, നിക്കാബ് മുഖാവരണം. സ്കൂളിലെ വിഷയം ഹിജാബാണ്. അതാവട്ടെ പരാതി പറയുന്ന അധ്യാപികയും ധരിച്ചിട്ടുണ്ട്. ഈ ഒരു കമൻറ്റ് ഞാൻ എടുത്തുകൊണ്ടുവന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിക്കാബാക്കാൻ നല്ലൊരു ശ്രമം നടക്കുന്നുണ്ട്. കർണാടകയിൽ നടന്നത് നിക്കാബിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. മുഖം മറച്ചിട്ടേ കയറുള്ളൂ എന്ന് പറഞ്ഞത് പറ്റൂല എന്ന് അവിടെ പറഞ്ഞു. അതിൻ്റെ തുടർന്നുള്ള തർക്കമാണ് അവിടെ നടന്നത്. ഞാനൊരു കാര്യം പറയുന്നത്, സ്കൂളുകളിലേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, കളഞ്ഞിട്ട് വരിക, അടുത്ത സ്കൂൾ തേടുക. എത്രയോ സ്കൂളുകളുണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ, പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റി അവർ നടത്തുന്ന സ്കൂളുകൾ അതിനൊരു മാതൃകയാണ്. അവിടെ ഹിന്ദുക്കളുടെ കുഞ്ഞുങ്ങൾ ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പൽ കൊണ്ടുവരികയോ ചെയ്താൽ അവർക്ക് എവിടെയും കുരുപൊട്ടാറില്ല. ഇനി ക്രൈസ്തവരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോടും അങ്ങനെ പ്രത്യേകിച്ച് കുരുപൊട്ടലൊന്നും അവർ കാണിക്കാറില്ല. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അനിവാര്യതയാണ് ഇത് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി എഫർട്ട് എടുക്കുക. അനിവാര്യ ഘട്ടത്തിലാണ് നിങ്ങളുള്ളതെന്ന് മനസ്സിലാക്കുക. പെൺകുട്ടികൾ പഠിക്കരുത്, പെൺകുട്ടികളെ പഠിപ്പിക്കരുത്, പെൺകുട്ടികളെ പഠിപ്പിക്കാത്ത മ്ലേച്ഛന്മാരാണ് ഇവറ്റകൾ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിക്കണം. നടക്കണില്ല. പെൺപിള്ളേരെയാണ് ഇവർ പഠിപ്പിക്കാൻ വിടുന്നത്. അതൊരു പ്രശ്നമാണ്. ആണുങ്ങൾ കച്ചവടങ്ങളിലും അത്യാധി കാര്യങ്ങൾ ബിസിനസ്സിലൊക്കെ അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ പെൺകുട്ടികൾ പഠിക്കുന്നു, അവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നു, ഇവർ ഡെവലപ്പ് ആകുന്നു. സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി അത് വലിയ പ്രശ്നമാണ്. ഒരു സ്ത്രീ പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അടുത്ത സൊസൈറ്റി അവളിൽ കൂടെ വരിക. അമ്മയാണേ മക്കളെ തീർച്ചയായിട്ടും ബോധമുള്ളവരായിട്ട് വളർത്തും. ആ ബോധം കുഞ്ഞുങ്ങൾക്കുണ്ടാകും. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയുന്ന ഈ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ പ്രശ്നമാണ്. നാളെ അവർ രാജ്യം വേണമെങ്കിലും ഭരിക്കും. അയ്യോ, അതപ്പോൾ ശരിയാവത്തില്ലല്ലോ. അവർ വരത്തന്മാരല്ലേ, അവർക്ക് രാജ്യഭരണമൊക്കെ കൊടുക്കാൻ പാടുണ്ടോ? രാജ്യം നമ്മുടേതല്ലേ, അവരിവിടെ വന്നൊട്ടികളല്ലേ, അവർ നമ്മൾ അടിച്ചമർത്തും. ഈ ടേമിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഇക്കാര്യം പറഞ്ഞാൽ വല്ലതും നടക്കുമോ? ആകെ മൊത്തം എന്താണ് അജണ്ട എന്ന് പിടികിട്ടിയില്ലേ? ഞാനും അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇന്നലെ ഞാനിത് പറഞ്ഞാൽ പറയും, ദേ സുഡാപ്പിണി വന്നിരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞ് തള്ളി മറിക്കണേന്ന് പറയും. നിങ്ങൾ ഈ ക്യാപ്ഷൻസ്, ഇതൊക്കെ വളരെ കുറച്ച് ക്യാപ്ഷൻസ് ആണ്, ഒത്തിരി ക്യാപ്ഷൻസ് അവൈലബിൾ ആണ്, നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാകും. ഒരുപാട് ഇടങ്ങളിലുണ്ട്. വൻ പ്രശ്നമാണ്. തീവ്രവാദികളുടെ ആക്രമണം ഭയന്നുകൊണ്ട് സ്കൂൾ നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടി, സ്കൂളിൽ ആക്രമണം, ആളുകൾ കുത്തിക്കേറി, ഇടിച്ചു, പൊളിച്ചു, കത്തിച്ചു, തീ വെച്ചു, നശിപ്പിച്ചു. സുഡാപ്പികൾ പ്രശ്നം. ഇവരെ കൊണ്ട് ശല്യ കുഴിച്ചങ്ങോട്ട് മൂടന്നെ ഇതന്നെ. മനസ്സിലായില്ലേ എന്താ കളിയെന്ന്? ഇത്രയേ ഉള്ളൂ. ഇതിനെന്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗം കാസ ടീം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ കാസ ടീമിൻ്റെ ഒരു അജണ്ടയുണ്ട്. നമ്മുടെ വക്കഫ് വിഷയം അറിയാമല്ലോ, വക്കഫ് ബോർഡിൻ്റെ ആ മുനമ്പം വിഷയം അറിയാമല്ലോ. അതിനകത്ത് ഇപ്പോൾ കോടതി വിധി ഒക്കെ വന്നിട്ട് നാസർ കമ്മീഷനൊക്കെ ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അത് മറ്റൊരു സബ്ജക്റ്റാണ്, എന്നാലും അതും ചേർത്ത് പറയുന്നത്. അവിടെ നടക്കുന്നത് എന്താണ്? കയ്യേറ്റ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ കയ്യേറുന്നത് ആരാണ്? ഈ വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ മതം മാറ്റുന്നത് ആരാണ്? ഈ വിഭാഗമാണ്. പക്ഷേ അവർക്കത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ പാടില്ല. അവർക്കത് ആരെ കൊണ്ടുവന്ന് നിർത്തിക്കണം? ഈ വിഭാഗം ഇസ്ലാം മത വിശ്വാസികളെ കൊണ്ടുവന്ന് നിർത്തിക്കണം. ഇവർ തന്നെ പറയുന്നു, ജാതീയത, വർഗീയത, മതദ്വേഷം, മതപഠനം, മതത്തിനകത്തുള്ള സാധനങ്ങളൊക്കെ തീവ്രമായിട്ടുള്ളത് മുസ്ലിംസിനാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു മനുഷ്യനുണ്ടാവത്തില്ലെന്ന്. തീവ്രമായ പരിഗണന കൊടുക്കുകയാണ് മതത്തിനെങ്കിൽ ആ മതവിശ്വാസം അനുസരിച്ചിട്ട് ഒരാളും ഇപ്പോൾ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പറയും. കാരണം ശരീരത്തിന് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നവർക്കാണ് ഈ മതവുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റുക. ശരീരത്തിലുള്ള മെയിൻ സാധനം ക്രിമിനൽ ലോയെ നമ്മളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തിലുള്ള ക്രിമിനൽ നിയമത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ശരീരത്തിനെ മാറ്റി നിർത്താൻ തയ്യാറായി. ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ അനുസരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അല്ലെങ്കിൽ അവരുടെ ആ നടപടിയാണ്, അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മളവിടെ. അതിൽ നിന്ന് തന്നെ നമ്മൾ എത്രത്തോളം സുതാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്ത് അനുസരിച്ച് പോകുന്നവരാണ് എന്നുള്ളതാണ്. ഈ അനുസരണ എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് അടിമത്വം എന്നല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരെന്നുള്ള തെളിവാണ്. ഇത് അവിടെ നിൽക്കുമ്പോൾ നമുക്കിട്ടൊരു താങ്ങിയാൽ നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തിയാക്കി
ഇവർക്ക് കാര്യം സാധിക്കുള്ളൂ. ഈ മുട്ടനാടുകളെ തമ്മിൽ തെളിയിക്കുന്ന ഒരു രീതിയുണ്ട്. RSSകാരെ നമ്മളെ ഇട്ടങ്ങ് ഇടിപ്പിക്കും. RSSകാരാണ് ഹിന്ദുമത വിശ്വാസികളാണ്, തീവ്ര ഹിന്ദുമത വിശ്വാസികളാണ് RSSകാർ. അവരും മുസ്ലിങ്ങളുമായിട്ട് അടിയായി. ഇവർ തമ്മിൽ ഇടി കൂടുമ്പോൾ നമുക്ക് ഇടയിൽ കൂടെ വലിച്ചൂരിക്കൊണ്ട് ഓടിക്കൊണ്ട് പോവാം. അതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. കാസ് അതിനകത്ത് വിജയിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് സെക്യൂർ ആകാൻ, നമ്മളുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ സമുദായത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന മോശമായ ഒരു ഇമ്പാക്റ്റ് അത് തടയാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് വിജിലൻ്റായി, വൈസായി, അത് പ്രായമായി എന്നല്ല, ബുദ്ധിപരമായ നീക്കങ്ങൾ ഉണ്ടാകണം. 140 കുട്ടികൾ അവിടെ ഉണ്ട്. അതിലൊരു കുട്ടിക്ക് മാത്രമാണ് ആ പ്രശ്നമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമുദായത്തിനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ 140 കുട്ടികളും അവിടുന്ന് വിഡ്രോ ചെയ്യണം. മാറി ചിന്തിക്കണം, ഇറങ്ങിക്കൊടുക്കണം, പോകരുത്, ബോയ്ക്കോട്ട് ചെയ്യണം. സമരമുറകളാണ്, ജനാധിപത്യ രാജ്യമാണ്. നമ്മളൊരു ഗവൺമെൻറ് സെക്ടറിൽ പോകുമ്പോൾ നമ്മളടുത്ത് ഈ നിഷ്ഠയൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ തലയിൽ തട്ടുകൊണ്ട് പോയി പഠിച്ചവരല്ലേ, നെറ്റിയിൽ കുറിയിട്ടുകൊണ്ട് പോയി പഠിച്ചവരല്ലേ. എന്താ വ്യത്യാസം? ആർക്കായിരുന്നു വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്താ പ്രശ്നം? നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ മതമൈത്രിയാണ് അല്ലേ? എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഈ വ്യത്യസ്തത പറയുന്നവനെ നീക്കി നിർത്താൻ നമ്മൾ പഠിക്കണം. ആ വ്യത്യസ്തത പറഞ്ഞത് ഈ റീത്ത സ്കൂളാണെങ്കിൽ അവരെ നീക്കി നിർത്തണം. മാറ്റാര് ചെയ്തില്ലെങ്കിൽ നമ്മളത് ചെയ്യണം. ആ 140 മാതാപിതാക്കളും തിരിച്ച് ചിന്തിക്കണം. വിടരുത്, പോകരുത്, കുട്ടികളെ മാറ്റി സ്കൂളിൽ ചേർക്കണം. നിങ്ങളെങ്കിലും ചെയ്യണം. അത് നിങ്ങൾ ഈ സമുദായത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹത് കാര്യമായിരിക്കും. അതങ്ങനെ പാടുള്ളൂ, വിട്ടുകൊടുക്കരുത്. ഇതിനകത്ത് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം. ഒന്ന്, ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരും. നമുക്കൊരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂ. അല്ല നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂളിൽ യൂണിഫോമും വസ്ത്രവും ഇട്ടുകൊണ്ട് വരുന്നതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനിശ്ചിതകാലത്തേക്ക് വരുന്ന സ്ഥിതിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം നിയമം അതാണ് അനുശാസിക്കുന്നത്. ആ നിയമം അദ്ദേഹം പറഞ്ഞു. അവർ മാനേജ്മെന്റ് സ്കൂളാണ്, അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് സൗകര്യമില്ല അവിടെ പഠിക്കാൻ. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ നമുക്ക് തട്ടിക്കേൾക്കാം. പക്ഷേ മാനേജ്മെന്റ് സ്കൂളാകുമ്പോൾ അവർക്ക് അവരുടേതായ ചട്ടവട്ട രീതികളുണ്ടാകും. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമ്മൾ അവിടെ വിടുന്നില്ല. പക്ഷേ ഇത്രയധികം മോശപ്പെട്ട രീതിയിൽ അവഹേളന പരാമർശങ്ങൾ നടത്തി ഒരു സമുദായത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ആ സ്കൂളിൽ നമ്മുടെ സമുദായത്തിലെ ഒരു കുഞ്ഞു പോലും പഠിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഒരു കാരണവശാലും വിടരുത്. ഒരു സമുദായത്തിനെ അപരവൽക്കരിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു വൃത്തികെട്ട സ്ഥാപനമാണ് അത് എന്ന് നിങ്ങളെങ്കിലും കാണിച്ചു കൊടുക്കണം. കുട്ടികളുടെ TC എമർജൻസി ആയിട്ട് വാങ്ങി മറ്റു സ്കൂളുകളിൽ ചേർക്കണം. തിരിഞ്ഞു പോലും നോക്കരുത്. എന്തിന്? ആ നടപടി പോലും ഉപേക്ഷിച്ചേക്കുക. പോട്ടെ, എന്ത് കുത്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് താല്പര്യമില്ല. അവരെന്തോ കാട്ടിക്കൊണ്ട് പോകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രവർത്തിക്കാനുള്ളത് സമയത്ത്, പ്രത്യേകമായ സമയത്ത് പ്രവർത്തിച്ച് തന്നെ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. ഒരു കാരണവശാലും വിട്ടുകൊടുക്കുക. കാരണം ഇതൊക്കെ വെറും കന്നം തിരിഞ്ഞ കേസുകളാണ്. ഇതിപ്പോൾ ചർച്ചയ്ക്ക് വിഷയമാക്കിയിരിക്കുക. തീവ്രവാദികൾ ആണോ? നിങ്ങൾ എന്ത് ചെയ്യുന്നതും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ സെന്റ് റീത്ത സ്കൂളിൽ ഒരു പ്രെയർ ഉണ്ടാവുമല്ലോ. ഞാൻ പഠിച്ചത് സെന്റ് മേരീസിലാണ്, സെന്റ് ജോസഫിലും പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഒരു ഓത്തുണ്ട്. രാവിലെ ക്രൈസ്തവരുടെ ആ സാധനമാണ്. അത് പറഞ്ഞാൽ കാണാപ്പാടമാണ്. ലോഡൊന്നും തുടങ്ങിയിട്ടുള്ള സാധനം. ഏത് ലോഡ്? എനിക്ക് ലോഡൊന്നുമില്ല, എനിക്ക് അല്ലാഹേ ഉള്ളൂ. ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ സാധനം ഞാനും ഏറ്റു പറഞ്ഞു. നമുക്കവിടെ ഒന്നുമില്ല. നമുക്ക് വിദ്യയായിരുന്നു പ്രധാനം. വിദ്യ അത് അഭ്യസിക്കാൻ വന്നതാണ്. നല്ല സ്കൂളാണ്, നല്ല റേറ്റിംഗ് ഉണ്ട്. വന്നു, ചേർന്നു, പഠിച്ചു, അത്രയേ ഉള്ളൂ. അവിടെ കാണിച്ച കന്നം തിരിവൊക്കെ ഒരുപാട് ഓർമ്മയുണ്ട്. നമ്മളാരും പറയുന്നില്ലല്ലോ. താല്പര്യവും ഇല്ല. അതിനകത്തൊരു വേർതിരിവോ ഒന്നുമില്ല. ഇനി ഗവൺമെന്റ് സ്കൂൾ എടുക്കാം. രാവിലെ അവിടുത്തെ പ്രെയർ എന്താണ്? എന്താ ഖുർആൻ പാരായണമാണോ? ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ പറ്റില്ല. നമ്മളെന്താ ഈ രാജ്യക്കാരല്ലേ? അതെന്ത് സംസാരം? അതെന്ത് വർത്താനം? അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ടാണ്? അനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ ഭരണഘടനയെ അനുസരിക്കുകയും ആ രാജ്യത്തെ ഭരണകർത്താക്കളെ അനുസരിക്കുകയും ചെയ്യുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ കർത്തവ്യമാണ്, കടമയാണ്. അത് നമ്മൾ അനുസരിച്ച് പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അടിമത്തം എന്നാണോ? എന്ത് പോക്കൃത്തരം പറയാം? ഈ കമ്മ്യൂണിറ്റി ഏത് രീതിയിലും അവഹേളിക്കാം എന്നുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിത്തീർന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? തിരിച്ച് പ്രതികരിക്കണം, അതും ശക്തമായി പ്രതികരിക്കണം. മിണ്ടാതിരിക്കുന്നത് മൗനം വിദ്വാനുഭൂഷണം എന്നുള്ളതല്ല. ഇവിടെ മൗനം നമ്മൾ വെടിഞ്ഞില്ല എങ്കിൽ
മൗനം അവർ സമ്മതമായിട്ടെടുക്കും. രണ്ടർത്ഥമാണ് ഈ മൗനത്തിന്. ആ സമ്മതം നമ്മളെ അടിച്ചമർത്താനുള്ള സമ്മതമാണ്. അത് അനുവദിച്ചു കൊടുക്കരുത്. എന്താ, നമ്മളെ കൊണ്ട് കേപ്പബിലിറ്റി ഇല്ലേ? നമ്മളെ കൊണ്ട് കഴിയത്തില്ലേ? സ്കൂളുകൾ തുടങ്ങട്ടെ, വേറെ സ്കൂളുകളിൽ പോട്ടെ, കുഞ്ഞുങ്ങൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മക്കൾ പഠിക്കണം, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിക്കണം. ഭരണ പങ്കാളിത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കയറിയിരിക്കണം. 32% വരുന്ന നമ്മൾ നിശ്ചയിക്കണം ഈ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന്, സംസ്ഥാനത്ത് ആര് ഭരിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കണം. ആ കേപ്പബിലിറ്റി നമുക്കുണ്ട്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത് കൊണ്ടാണ്. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് പല ഇൻസിഡന്റുകളിലും മൗനം അവലംബിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം പറഞ്ഞാലും പിടി കിട്ടത്തില്ല. അത് സാരമില്ല, നമ്മൾ മതമൈത്രിയുടെ ആൾക്കാരാണ്, നമ്മളെല്ലാം അങ്ങനെ ഭയങ്കര കോംപ്രമൈസാണ്. ഈ കോംപ്രമൈസ് നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് മനസ്സിലായില്ലേ? ഇത് എല്ലാം എടുത്തു വെച്ച് അലക്കുന്നുണ്ട്. SDPIക്കാരാ കുഴപ്പം. ഇസ്ലാമിന്റെ വക്താക്കളാണല്ലോ SDPI. അല്ലെങ്കിൽ ഇനി മുസ്ലിം ലീഗിനെ കൊണ്ടുവന്ന് നിർത്തും. ഇതിലൊന്നും ബാധിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിങ്ങൾ ഇവിടെ ഇല്ലേ? കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങൾ ഇവിടെ ഇല്ലേ? എന്തേ, അവരെന്നും ഇത് ബാധിക്കുന്നില്ലേ? ഇസ്ലാമിയരെല്ലാം SDPIക്കാരാണോ? ഇസ്ലാമിയരെല്ലാം മുസ്ലിം ലീഗുകാരാണോ? അല്ലല്ലോ. അപ്പം നമ്മളെ ഒരു മതത്തിനെ ഒരു പ്രത്യേക വിഭാഗമായി അഡ്രസ്സ് ചെയ്യുകയും അപരവൽക്കരണം നടത്തുകയും മോശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി യുണൈറ്റഡായി നിന്നുകൊണ്ട് എതിർക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യണം. അല്പസാധനമാണെങ്കിൽ പോലും കിട്ടിയെടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. ഒരു രീതിയിലുള്ള ആക്രമണത്തിന് പോകണ്ട. ബോയ്ക്കോട്ട് ചെയ്യുക. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച സാധനമാണ്. നിസ്സഹകരണം, സഹകരിക്കാനേ പോകരുത്. നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിന് പ്രത്യേകിച്ചൊരു വിങ് തന്നെ തയ്യാറാക്കുക. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ചൂസ് ചെയ്ത് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. ഉന്നത സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക്, ഭരണ നേതൃത്വങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തുക. അതിനെ അവർ ഭയക്കുന്നുണ്ട്. അതിനാണ് അവർ ഇല്ലാ വചനവും വല്ലാ വചനവും ഒക്കെ പറഞ്ഞ് ഈ കുത്തിത്തിരിപ്പും കൊണ്ട് ഇറക്കുന്നത്. ഇതിൽ വീണു പോകാതെ ആ അനസെന്ന ആള് കൃത്യമായി പ്രതികരിച്ചു. മകൾക്ക് മക്കനെ ഇട്ടേ പഠിക്കാൻ പറ്റുള്ളൂ, മക്കനെ ഇടുന്ന സ്കൂളിൽ കൊണ്ടാക്കട്ടെ, കുഴപ്പമില്ല. അത് അവിടെ അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ടെന്ന് അത് പൊതുസമൂഹത്തിനെ അറിയിച്ചത് വലിയ കാര്യമാണ്. രാജ്യത്ത് മതം അനുസരിച്ച് ജീവിക്കാന്നുള്ള റൈറ്റ്സ് ഉണ്ട്. ഭരണഘടനയിൽ അത് പറയുന്നുണ്ട്. മതമുള്ളവർക്ക് മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഈ ഓത്ത് പള്ളിക്കൂടത്തിൽ നമ്മളിപ്പം ഈ പറയുന്ന സ്കൂളുകളിലേക്ക് ഇപ്പം അവിടുത്തെ ദേശീയഗാനം പറയുന്നുണ്ട്, അതെല്ലാവരും പറയാം. പക്ഷേ ഈ പ്രാർത്ഥന കേൾപ്പിക്കുന്നില്ലേ? നിരീശ്വരവാദികൾ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? ഒരു പ്രാർത്ഥന പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? പക്ഷെ അവരെ കൊണ്ട് പറയിപ്പിക്കാറില്ലേ? നിരീശ്വരവാദികൾക്ക് അങ്ങനെ താല്പര്യമില്ലല്ലോ. അതനുസരിച്ച് പോകുന്ന എന്താണ്? അതൊരു ലോ ആണ്. ഓക്കെ, അത് നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. അത് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പം ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടിച്ചു കയറ്റമാണ്. അവർക്ക് അവരുടെ നിഷ്ഠയുണ്ടാകും. ഈ 140 കുട്ടികളും മതബോധത്തിന്റെ അങ്ങേയറ്റത്തിലായിരിക്കത്തില്ല. മതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഓർത്ത് മറയ്ക്കുക എന്നുള്ളത് അവരുടെ നിർബന്ധമാണ്. അത് അവർ ചെയ്യട്ടെ. ചെയ്യാത്തവരാരും നിർബന്ധിക്കുന്നില്ല. ഒരാൾക്കത് നിർബന്ധമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? ഇത്രയും വലിയ സ്കൂളിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നടത്തുകയാണെങ്കിൽ അതിൽ കൂടെ ഒരു മാതൃകയല്ലേ ആ സ്കൂൾ കാണിക്കേണ്ടത്? അതിന് പകരം ആ സ്കൂൾ അധികൃതർ ചേർന്നിരുന്നു കൊണ്ട് ഈ ഒരു വിഭാഗം അക്രമകാരികളാണ് എന്ന് പറയുമ്പോൾ ഈ 140 പേരൻസ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് മോശമെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ബോധമില്ലെന്ന് പറയും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് അവർ അവഹേളിക്കുന്നത്. എടുത്തോണ്ട് പോടോ ഇതൊക്കെ. എന്തിനാ? ആ പന്ന സ്കൂൾ, ആ പേട്ട സ്കൂളിൽ പഠിച്ചാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും എത്തുമോ? ഉടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചവരൊക്കെയാണ് ഇവിടെ രാഷ്ട്രപതി ലെവലിൽ ഇരുന്നവരൊക്കെ. അവരാരും ഇതുപോലുള്ള ഭയങ്കര ഹൈ ക്ലാസ് സ്റ്റാറ്റസ് ഉള്ള സ്കൂളിൽ പഠിച്ചവരല്ല. നടന്നും കിലോമീറ്ററുകളോളം നടന്നും തെരുവുവിളക്കിന്റെ താഴെ ഇരുന്ന് പഠിച്ചവരുമൊക്കെയാണ് പേര് കേട്ട മഹാന്മാർ, മഹത് വ്യക്തികൾ. ഈ സുനാഫിക്കേഷനിൽ പോയിരുന്ന് ഈ വൃത്തികേട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടൂ എന്ന് തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം. മാറി ചിന്തിക്കേണ്ടത് നമ്മളാണ്. യൂണിറ്റി ഇല്ലാത്തത് നമുക്കാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ കുറേ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആരെങ്കിലും മൈൻഡ് ചെയ്തു? ഒരു പട്ടിച്ചാത്തന് മൈൻഡ് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് എന്താ? അതവിടെ ഉണ്ട്. നമ്മുടെ മതം നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇവർ പറയുന്ന സാധനം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വാളെടുത്ത് ഇവർക്കിട്ട് തന്നെ കൊടുക്കും. കാരണം അമ്മാതിരി ദോഷങ്ങൾ അതിനകത്തുള്ളത്. അത് നമ്മൾ പറയുമ്പോഴാണ് കുറ്റം വരുന്നത്. ഇതിനകത്ത് ഒറ്റ തിയറിയെ വർക്ക് ചെയ്യുള്ളൂ. ഈ പറയുന്ന വൃത്തികേടുകളെ ചിരിച്ചുകൊണ്ട് നേരിടുക, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് അയ്യോ ഞങ്ങൾ അങ്ങനെയല്ലേ, എന്നെ തല്ലല്ലേ, ഞാൻ അങ്ങനെയല്ലേ എന്ന് പറയാൻ പോകരുത്. ഞാൻ അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് തട്ടം വേണം, നിർബന്ധം വേണം, അതുള്ളിടത്തേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്നങ്ങോട്ട് വെക്കുക. ഇനി അതിലൊരു സ്കൂൾ വേണമെന്ന് വെച്ചാൽ സ്കൂൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കണം, അത്ര തന്നെ. അല്ലാണ്ട് കോംപ്രമൈസിന് പോകാതിരിക്കുക. ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, കോടതിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ രക്ഷകർത്താക്കൾക്കും ചെയ്യാൻ പറ്റും. അവിടെ പഠിക്കാൻ പോകുന്ന നിഷ്പക്ഷരായി നിൽക്കുന്ന ഓരോ കുട്ടികളുടെയും മാതാപിതാക്കൾക്ക് സാധിക്കും. ഇത്തരത്തിൽ ഒരു സമുദായത്തിനെ അവഹേളിക്കാൻ ഇട്ടുകൊടുത്ത ഒരു വൃത്തികെട്ട മാനേജ്മെന്റിന്റെ അണ്ടറിൽ എൻ്റെ കുഞ്ഞ് പഠിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കും. ഇന്ന കമ്മ്യൂണിറ്റിന്നൊന്നുമില്ല. വ്യക്തിത്വമുള്ള, മനുഷ്യത്വമുള്ള, നമ്മൾ ഒന്നാണെന്നും ഇന്ത്യക്കാരാണെന്നും ചിന്തിക്കുന്ന, മതേതരത്വ ബോധമുള്ള, മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് സാധിക്കും.
അതവിടെയുള്ളവർ ചെയ്താൽ നല്ലത്, ഇല്ലെങ്കിലും ഒന്നുമില്ല. പക്ഷെ 140 കുട്ടികൾ നിർബന്ധമായും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. പിന്നെ കണാപ്പിണാന്ന് പറഞ്ഞ് കാസാക്കുട്ടന്മാർ വന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഇറങ്ങിയ ഇത് സ്ഥലം വേറെയാണ്, എൻ്റെ പേര് ഷെഫീന ബീവി എന്നാണ്, ആ ബീവി ഹൈലൈറ്റ് ചെയ്യും, ഞാൻ അങ്ങ് തരും. ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല, തിരിച്ചങ്ങോട്ട് കിട്ടും 8ൻ്റെ തരം.